മിസ്റ്റർ മാത്യുവിനെ കൊന്ന കേസിൽ പാവം ആ ചെറുക്കനെ പ്രതിയാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ആരെ? യേശുദാസിനെ, എന്റെ കുഞ്ഞിനെ. ആരാണ് ശ്രമിക്കുന്നത്? എസ്റ്റേറ്റ് മുതലാളിമാരും പോലീസുകാരും. തൊഴിൽ പ്രശ്നത്തെ പറ്റി സംസാരിക്കാനല്ല ഞാൻ അവിടെ പോയത്. സൗകര്യം കിട്ടിയാൽ ഈ വിവരം അവനെ അറിയിക്കണമെന്ന് വെച്ചായിരുന്നു. അവനെ അവർ പ്രതിയാക്കും. എന്തിന്? മാത്യു മരിക്കുന്നതിൽ അല്പം മുമ്പ് അവനൊരു കാര്യത്തിനായി ബംഗ്ലാവിൽ വന്നു പോയിരുന്നു. ഓഹോ. അവനെ പ്രതിയാക്കിയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ ഭർത്താവിനെ അവനോ തൊഴിലാളികളോ കൊല്ലില്ല. എനിക്കത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഇത്ര ദുർബലമായ ഒരു ഹൃദയമാണുള്ളതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല മിസ്സസ് മാത്യു. പ്രിയപ്പെട്ട ചക്കി, ഇവിടെ എസ്റ്റേറ്റിലെ മരങ്ങളും ചെടികളും മറ്റും സുഖമായി കഴിയുന്നു. എനിക്ക് മാത്രം അല്പം മനോവിഷമമുണ്ട്. ഭൂമിയിൽ നിന്ന് വളരെ മുകളിലാണ് ഈ സ്ഥലം. അതായത് ആകാശത്തിന് അല്പം താഴെ. ഇവിടെ നിന്ന് ചന്ദ്രനിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. പപ്പുണ്ണിയെ ഞാനിവിടെ യൂണിയൻ ഓഫീസിൽ എന്നെ കണ്ടതായി ഭാവിക്കുന്നു. ഞാനും ഭാവിക്കുന്നു. സരസ്വതി മാത്യു നല്ല സ്ത്രീയാണ്. അവരെന്നെ എങ്ങനെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ അറിയില്ല. കരളേ, നിനക്ക് എന്നെ കാണണമെങ്കിൽ ഒരു മാർഗം പറയാം. സന്ധ്യ കഴിഞ്ഞ് ചന്ദ്രനെ നോക്കിയിരിക്കുക. ഞാനും ഇവിടെ അങ്ങനെയിരിക്കും. അങ്ങനെ നമുക്ക് തമ്മിൽ കാണാം. കണ്ണുകൾ, കരളുകൾ, കവിളുകൾ, ചുണ്ടുകൾ എല്ലാം ചന്ദ്രൻ മുഖേന ഒന്നായി ലയിപ്പിക്കാം. നീ ചന്ദ്രനെ നോക്കി പാടണം, ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടുകൊള്ളാം. എന്ന് നിന്റെ മാത്രം ശങ്കരൻ. ഞാൻ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മാനേജറെ കണ്ട് വിവരം പറഞ്ഞിട്ട് വരാം. പള്ളിയിലേക്ക് പോകുമ്പോ കൂടെ ആരും വേണ്ടേ? സരസ്വതിക്കൂടെ പരിചയക്കുറവല്ലേ? മറ്റാരും വേണ്ട. ഞാൻ സന്ധ്യ കഴിഞ്ഞു വരും. ആ കെട്ടിടത്തിലല്ലേ എന്റെ മാനേജറുടെ മുറി? അതെ. അകത്ത് വരാം. നമ്മൾ എന്തിനാണ് ചെമ്മണ്ണിൽ വന്ന് താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓ, അത് പറയാൻ വിട്ടുപോയി. ഇവിടെയുള്ള പള്ളിയിലാണ് മിസ്റ്റർ മാത്യുവിനെ അടക്കം ചെയ്തിരിക്കുന്നത്. ശാന്തമായി അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നത്. മിസ്സസ് മാത്യു, ഞാൻ നിങ്ങളുടെ മാനേജറല്ലേ? ഇത്തരം കാര്യങ്ങൾ എന്നെ ശല്യപ്പെടുത്തുന്ന എന്തിനാണ്? നിങ്ങൾ എന്റെ മാനേജർ മാത്രമല്ല ശങ്കരൻകുട്ടി, എന്റെ ഒരാശ്വാസമാണ്. എന്റെ മനസ്സിൽ ഞാൻ ഒളിച്ചു വെച്ച് അനുഭവിക്കുന്ന ഒരാനന്ദമാണ്. എന്റെ മറ്റൊരു ഹൃദയഭാരമാണ്. സന്ധ്യയോടുകൂടി പള്ളിയുടെ അടുത്തുള്ള സെമിത്തേരി വരെ വരണം. ഞാനവിടെ കാണും. വരില്ലേ? വരാം. ഇവിടെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ ആരും കാണത്തില്ല. ഇവിടെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ ആരും കാണില്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട്. വേണോ വേണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് വേഗം വാ. വല്ലരും കാണും. ഇങ്ങോട്ട് അടുത്ത് വാ. ഒന്ന് വേഗം വാ.
ഇങ്ങോട്ടിരിക്കും സാറേ. ജസ്റ്റിക മാറ്റാം, വെള്ളം ചേർക്കാൻ അടിച്ചു. എനിക്ക് വേണ്ട. പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ വെറുതെ വന്നതാ. ഓ, നിങ്ങൾക്ക് വേറെ വല്ല ഉദ്ദേശവും ഉണ്ടായിരിക്കും. ഞാനൊരാളിനെ അന്വേഷിച്ചു വന്നത്. അറിയോ സാറേ? സരസ്വതി മാറ്റി. എന്റെ അറിയോ? കൊള്ളാം. അവരെ അറിയാത്തവരാരെങ്കിലും ഈ സ്ഥലത്തുണ്ടോ? എന്താ പേര്? മായ. എന്താ പേരിഷ്ടപ്പെട്ടോ? നിന്റെ പേരിഷ്ടപ്പെട്ടു, നിന്റെ രൂപവും ഇഷ്ടപ്പെട്ടു, പക്ഷേ നിന്റെ തൊഴിൽ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പോട്ടെ. സാർ എനിക്കൊന്നും തരാതങ്ങ് പോവാണോ? നിനക്ക് എന്താ ഞാൻ തരുന്നേ? ദാ ആ നിൽക്കുന്നതല്ലേ സരസ്വതി മാറ്റി. അതെ. അയ്യോ വിട വിട, നിങ്ങൾ എന്നെ വിടാൻ. ദ്രോഹി, പാവപ്പെട്ട പെമ്പിള്ളേർക്ക് പള്ളി വെച്ചിട്ട് മരം മേലുന്നയോ? അയ്യോ എന്നെ വിടാൻ, എന്നെ വിട, എന്നെ വിടാൻ. അയ്യോ എന്നെ വിടാൻ. അയ്യോ എന്നെ കയറി പിടിക്കുന്നേ. മാന്യന്മാരായിട്ട് നടക്കുക. അയ്യോ വിട. തന്നെ കണ്ടിട്ട് ഒരു മാന്യനാണെന്ന്. കളക്കാരൻ കുടിക്കാനും പെണ്ണു പിടിക്കാനും ഇറങ്ങിയിരിക്കാം. ഇവൾ എന്നെ കയറി പിടിച്ചതാ. അയ്യോ ഏമാന്നെ. എന്താ കാര്യം? ഇവിടെ കളക്കാരെ വിളിക്കണം. നിനക്കെന്ത് വേണ്ടി? ഇങ്ങനെ എന്നെ കയറി പിടിച്ചു. അസത്തെ, നിങ്ങൾ വന്നതും ഇവള് വന്ന എന്തിനാണെന്ന് എനിക്കറിയാം. വരൂ ശങ്കരൻകുട്ടി. അയ്യോ, എനിക്ക് എഴുത്ത് വായന അറിയത്തില്ല. വായിക്കടാ. നിങ്ങളുടെ സ്വർണത്തിനും മേടിക്കും കളപിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായിട്ട് സാക്ഷ്യമായി. അത് തീ പോലെ നിങ്ങളുടെ ശരീരത്തെ ദഹിപ്പിക്കും. അന്ത്യകാലത്തേക്ക് നിങ്ങൾ കൊവാട്ട് സൂക്ഷിച്ചു വെക്കുകയാണ്. വച്ചിരിക്കുകയാണ്. അയ്യോ നിർത്താറാ, വായിക്കേ. വച്ചിരിക്കുകയാണ്. നിർത്താ, വായിക്കാനല്ലേ പറഞ്ഞത്? നിങ്ങൾ നീതിമാനെ വിധിക്കുകയും വധിക്കുകയും ചെയ്തു. അവിടുന്ന് നിങ്ങളോട് എതിർത്തില്ല. എന്റെ കുഞ്ഞിനെ കൊന്നു. കണ്ണുള്ളവൻ